പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു സാമ്പാറാണ്. ആ സാമ്പാർ എല്ലാവരും സാമ്പാർ ഉണ്ടാക്കും, എന്നാലും ഞാനിവിടെ ഞങ്ങളുടെ ഏതെങ്കിലും പാർട്ടികൾക്ക് ആവശ്യങ്ങൾക്കൊക്കെ ഇവിടുന്ന് സാമ്പാർ കൊണ്ടുവരും. അവരെല്ലാം പറയൂ നല്ല രുചിയാണല്ലോ എന്നൊക്കെ. ഞാൻ ഓർത്ത് വന്നു അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. പിന്നെ ഇത് സാമ്പാറിൻ്റെ പൊടിയെല്ലാം ഞാൻ തന്നെ പൊടിച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ വീഡിയോയിലേക്കൊന്ന് പോകാം. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. തോരപ്പരിപ്പ് കഴുകി വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം കായം ഞാൻ സാധാരണ കട്ടക്കായാണ് ഇടാറുള്ളത്, അത് തീർന്നു പോയി. അപ്പം ഇതിപ്പോൾ പൊടി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരല്പം എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കുക്കറിൽ അടച്ച് ഒറ്റ വിസിൽ കേട്ടാൽ ഓഫ് ചെയ്ത് കഴിയാം. ഞാൻ ഒത്തിരി വിസിൽ കേൾപ്പിക്കില്ല. അപ്പം പിന്നെ ആ പരിപ്പിനൊരു മണം ഇത് പോലെ വരും. അത് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു വിസിൽ അപ്പം അങ്ങ് ഓഫ് ചെയ്തിട്ടാൽ മതി. നമുക്ക് നീക്കി വെച്ചിട്ട് അതോടൊപ്പം തന്നെ ഞാൻ വെണ്ടയ്ക്ക ഇത് എനിക്ക് ഫ്രോസൺ വെണ്ടയ്ക്ക എനിക്കൊരാൾ കൊണ്ട് തന്നതാണ്. അപ്പം അത് സെപ്പറേറ്റ് ഒന്നങ്ങ് വേവിച്ചില്ലെങ്കിൽ അത് ഫ്രഷ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ വറുത്തിട്ടൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ അതും ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, അപ്പോൾ എളുപ്പത്തിനാണ് ഇതെല്ലാം ഞാനിപ്പോൾ ഒപ്പം ചെയ്യുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിനകത്തേക്ക് അല്പം പുളിനീരും കൂടെ ഒഴിക്കാം. അപ്പം ഞോള വരാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഇട്ട് ഇതും അങ്ങ് വേവിക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി അതൊന്ന് സെപ്പറേറ്റ് വെന്തോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള കഷ്ണങ്ങളുടെ കൂടെ ഇടുമ്പോൾ അത് ചിലപ്പോൾ വെന്ത് പോകും. അപ്പം ഇത് ഒന്ന് അടച്ച് വയ്ക്കാം. കൂട്ടാ അണങ്ങാണ്ടിരിക്കുക. അപ്പം അതോടൊപ്പം തന്നെ ഞാൻ കഷ്ണങ്ങൾ ഇവിടെ വേറെ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഇച്ചിരി ബീൻസ്, ചേമ്പ്, പിന്നെ മുരിങ്ങക്ക ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് അല്പം വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഇതുപോലെ മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി, പിന്നെ ഇതാണ് ഞാനിവിടെ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ്. ആ സാമ്പാർ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന രീതി വ്യത്യാസം കാണും. അതിലോട്ട് അല്പം കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതും അങ്ങനെ വേവട്ടെ. എന്ത് കഴിയുമ്പോൾ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഈ കഷ്ണങ്ങളൊക്കെ വേകട്ടെ. അപ്പം എല്ലാം ഒന്നിച്ചങ്ങ് വെന്തോളും. നമ്മുടെ പരിപ്പും കഷ്ണങ്ങളൊക്കെ ഒന്ന് വേകുന്ന സമയം കൊണ്ട് ഇന്നത്തെ ആത്മീയ ഭക്ഷണം കൂടെ എന്താണെന്ന് നോക്കാം. റോമർ 8:32 ഇപ്രകാരം പറയുന്നു: സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ നമുക്ക് സകലതും നൽകാതിരിക്കുമോ? ഒരു കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെക്കുറിച്ച് ഉള്ള ആ ഒരു പ്രത്യാശ ഇതാണ്. കർത്താവ് നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടിയിട്ട് യാഗമാക്കി കാൽവറി ക്രൂശിൽ ഏൽപ്പിച്ചു തന്നവൻ. അവനോട് കൂടെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് തരുമെന്നാണ് ഇതിൽ പറയുന്നത്. കർത്താവിനെ വിശ്വസിക്കുകയും കർത്താവായ യേശുവിനെ സ്വീകരിക്കുകയും ചെയ്യുക. കാരണം ദൈവഹിത പ്രകാരം നമുക്ക് എല്ലാം കർത്താവ് തരും. അപ്പം ഈ ഉറപ്പ് പ്രാപിക്കുക. പരിപ്പിൻ്റെ ഒരു വിസിലും വന്ന് ഞാനിത് ഓഫ് ചെയ്തിടുകയാണ്. ഇനി അത് തന്നെ ആ പ്രഷർ പോയി കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. അതോടെ തന്നെ നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഞോളപ്പൊക്കെ പോയത് കണ്ടോ. ഇനി അപ്പോൾ അതിനകത്തേക്ക് ഇനി നമുക്ക് ഒരല്പം അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി അത് ചെറുതീയിലിരുന്നാൽ മതി. അത് വേകാറായിട്ടുണ്ട്. അപ്പം അതിലൊരല്പസമയം കൂടി ഇരുന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇത്തിരി കറിവേപ്പില, അത് ഇവിടെ കറിവേപ്പില ഇപ്പോൾ തണുപ്പായതുകൊണ്ട് കറിവേപ്പില ഇല്ല, അപ്പം ഞാനത്
എണ്ണയിൽ അങ്ങനെ വാട്ടി എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ കഷ്ണം വെന്തു. അപ്പോൾ ഇനി നമുക്ക് സാമ്പാർ മിക്സ് ചെയ്യാം. ഒരു പാത്രം അടുപ്പിൽ വയ്ക്കാം. അതോടൊപ്പം തന്നെ പരിപ്പ് പ്രഷർ പോയി, പരിപ്പും വെന്തിരിക്കണു. അപ്പം ഇനി നമുക്കിതിനെ ഒന്ന് കടുക് വറുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇപ്പം ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം, കടുക് വറുക്കാനൊക്കെ ആയിട്ട്. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി അതോടൊപ്പം കടുക്, ജീരകം, ഇനി അത് പൊട്ടിക്കഴിഞ്ഞ് അതിനകത്തേക്ക് മുളക് മുറിച്ചത്, ഉള്ളി, ഒന്നിങ്ങോട്ട് വരട്ടെ. ഇപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വന്നു. അപ്പോൾ അതിലേക്ക് അല്പം കായപ്പൊടി നമ്മൾ പരിപ്പിനകത്തൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പൊടിച്ച സാമ്പാർ മസാലയ്ക്ക് നല്ല പൊടിയുണ്ട്, അതിലും കായത്തിൻ്റെ പണം. പിന്നെ അതിനകത്തേക്ക് തന്നെ അല്പം സാമ്പാർ പൊടി തന്നെ ഇടുവാണ്. അപ്പം അത് തീ വളരെ കുറച്ച് വെച്ചേക്കണം. അല്ലെങ്കിൽ നമ്മുടെ പരിപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പിട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ കഷ്ണങ്ങളും അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട്, ആവശ്യത്തിനുള്ള വെള്ളം, നമ്മുടെ വെണ്ടയ്ക്ക, തക്കാളി ഇതും കൂടെ ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. പുളി കുറവാണെങ്കിൽ പുളി ഒഴിച്ചു കൊടുക്കാം. ഒരല്പം പുളിയും കൂടെ വേണം, പുളിനീര്. പുളിയെല്ലാം ഓരോരുത്തർ അവരവരുടെ ആവശ്യത്തിനല്ലേ ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് അവസാനം കുറച്ച് മല്ലിയില കൂടെ ഇടാം. ഞാൻ ഒന്ന് തിളക്കട്ടെ. ഞാൻ തീ കൂട്ടി വയ്ക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര, അപ്പം അതിൻ്റെ എല്ലാം ഉപ്പ് പുളി എല്ലാം ക്രമീകരിക്കാനായിട്ട് ശർക്കര അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇനി സാമ്പാർ ഒന്നങ്ങ് തിളക്കട്ടെ. ഇപ്പം സാമ്പാറൊക്കെ തിളച്ചു, എല്ലാം ഉപ്പും പുളിയും എല്ലാം പാകമായിട്ടുണ്ട്. പിന്നെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ ഒത്തിരി കഷ്ണങ്ങൾ ഇടാതിരിക്കുക നല്ലത്. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോരോ വെജിറ്റബിൾ, ഞാനിവിടെ ഒത്തിരി ഇങ്ങനെ ക്യാരറ്റ് അങ്ങനെയുള്ള ഒന്നും ഒരുപാട് ഇടുകയില്ല, കായ ഒന്നും ഇടില്ല. ഇപ്പം ഇത്ര ഇട്ട് ഉണ്ടാക്കിയെടുത്താൽ വളരെ ടേസ്റ്റാണ്. പിന്നെ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല സദ്യ സ്റ്റൈല് സാമ്പാർ റെഡി. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഉണ്ണുന്ന സമയമാണ്. ഇത് നല്ല ചോറിനകത്തേക്ക് അങ്ങ് ഒഴിച്ച് കൂട്ടിയാൽ നല്ല, വേറെ ഒരു കറിയും വേണ്ട, സാമ്പാർ. അപ്പോൾ ഇതേ രീതിയിൽ സാമ്പാർ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കുക. സാമ്പാർ പൊടി ഞാൻ അടുത്ത ആഴ്ച പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമ്പോഴേയും കർത്താവിൻ്റെ വിസ്താരം അറിയ ചെറുകനടിയിൽ നമ്മെ എവരെയും കാത്ത് സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.